ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടുന്ന് ബഹളങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ട് വെടിവെപ്പോ മറ്റോ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? സംഭവം ശരിയാ, പക്ഷെ ആർക്കും ഒരു അപകടം ഉണ്ടായില്ല. വെടിവെച്ചവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എടാ, ഉള്ളത് പോലെ പറഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കും, വലിപ്പിക്കും. അവനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നസീറിന്റെ തിരോധാനത്തെ കുറിച്ച് അവനൊന്നും അറിയില്ലടോ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നായി പറയുന്നേ? അവനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഒരു കാര്യമില്ല. ഇനി ഇതുപോലെ വരാത്ത രീതിയിൽ ഒന്ന് വിരട്ടി വിട്ടേക്ക്. എടോ, അപ്പൊ എന്റെ നസീർ? താൻ ടെൻഷൻ ആവാതിരിക്കേ, നമുക്ക് അന്വേഷിക്കാടോ. എന്നാലും ഓഫീസിലൊക്കെ ഇരുന്ന് സമ്മതിക്കണം. അതിനെന്താ, അവര് ഭാര്യയും ഭർത്താവല്ലേ? അതൊക്കെ അങ്ങ് വീട്ടില്, ഇത് ജോലി സ്ഥലവാ. അത് ഓർമ്മയുണ്ടാകണം, കളക്ടർക്കായാലും കളക്ടറുടെ ഭർത്താവിനായാലും. എന്നാലും ഇത്രയും വേണമായിരുന്നോ? ഇതൊരു ഓഫീസല്ലേ. എന്തായാലും കാണിച്ചത് മോശമായി പോയി. എന്തു മോശം? നിങ്ങൾക്കത് മോശമല്ലായിരിക്കും, പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ മോശം തന്നെയാ. സാറെന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം, കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. എന്താനു എല്ലാവർക്കും ഒരു അടക്കം പറച്ചിലും ചിരിയും? അത് മാഡം, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അത് കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കാം, പക്ഷെ വിഷ്ണു, ഇത് തീരെ വില കുറഞ്ഞൊരു പരിപാടിയായിപ്പോയി. ആരോ ഒരാള് ചതിച്ചതാ, നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ. എടിയും വന്നിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. ജോൺ സാറാണോ ഇതിന് പിന്നിൽ? അയാളല്ലാതെ മറ്റാരും ഇത്രയും തരം താണ പരിപാടി കാണിക്കില്ലനോ. അയാളെ ഇത് ചെയ്യൂ. എനിക്കറിയാതെ ചെയ്ത ആരാന്നാ. അവന്റെ കൊരവള്ളി ഞാനിന്ന് എടുക്കും. വേണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അവൻ കളിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെയാ.
വിട്ടാ പെരുപ്പിച്ച് 10 ആക്കും. ഇപ്പൊ എന്ത് തിരിച്ചടി നമ്മൾ നടത്തിയാലും അതെല്ലാം വാർത്തയാവും. എന്ന് വെച്ചിട്ട് ഒരു പ്രതികരണം നടത്താതിരുന്നാലേ അത് അവര് വളാവത്തേ ഉള്ളൂ. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അത് ഞാൻ കൊടുത്തിരിക്കും. വിഷ്ണുട്ടാ, രോഹിത്തെ, ഇന്ന് പോകാൻ പറ്റുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? എന്താ വീട്ടിലേക്ക് പോകാൻ ധൃതിയായോ? ഒരേ കിടപ്പ്, അതും ഈ ഒരു അന്തരീക്ഷത്തില്. രോഹിത്തെ, എനിക്ക് മടുത്തു, എനിക്ക് വയ്യ. അല്ല, ഇനി നമുക്ക് ഇടയ്ക്ക് വന്ന് ഡ്രസ് ചെയ്താൽ മതിയല്ലോ. അത് വേണേ ചെയ്യാലോ. രോഹിത് ഒന്ന് പോയി ചോദിക്കോ? അതെ, അങ്ങനൊന്നും ചോദിച്ചാൽ അവർ വിടത്തില്ല. അവർക്ക് തോന്നണം അസുഖം എല്ലാം ഭേദമായെന്ന്. അതിനായിട്ട് ആ ഉറപ്പ് ഡോക്ടർ കൊടുത്താലേ ഡിസ്ചാർജ് ചെയ്യൂ. ഡോക്ടർ ഒന്ന് കണ്ടോളൂ, ഡിസ്ചാർജ് ആണ്. പിന്നെ ഡ്രസ് ചെയ്തിട്ടേ പോകാവൂ. ദാ ഇതടച്ചോളൂ. സന്തോഷമായല്ലോ. താൻ ആഗ്രഹിച്ചതുപോലെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോഴാ എനിക്കൊന്ന് ആശ്വാസമായത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി. രാഘവട്ടാ, നോക്കി എത്രയാ? 100 രൂപ. ആമേ, ദേ അയാളോട് എടുക്കാം. അതെ, ഒന്നീ വരുമോ? ആ. അല്ല, ഇവിടുന്ന് ബഹളങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ട്. വെടിവെപ്പോ മറ്റോ? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? സംഭവം ശരിയാ, പക്ഷെ ആർക്കും ഒരു അപകടം ഉണ്ടായില്ല. വെടിവെച്ചവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ശരിയെന്നാ. എന്നാ പിന്നെ നമുക്ക് അവരെ റൂമിൽ പോയി കാണാം. വാ, അങ്ങോട്ടാ, ആ ഭാഗത്താ. ആ ഡോക്ടർ. ആ. ആ ശ്യാമയോ? ഡോക്ടർ ഇപ്പൊ ഇവിടാണോ? അതെ, ഞാൻ ശ്യാമയുടെ അമ്മയെ കണ്ടിരുന്നു. വന്ന് കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ തിരക്കുകൊണ്ട് കഴിഞ്ഞില്ല. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ആയി. ആ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചേക്ക്. ഞാൻ ബില്ല് സെറ്റ് ചെയ്തിട്ട് വരാം. കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹസ്ബൻഡ് അറിയാമോ?